സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ ഫ്രണ്ടിത്തെ ടാങ്ക് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിക്ക് ആൽക്കി പിടിച്ചെടുക്കുള്ള സംബന്ധിച്ച് കുറച്ചാലായിട്ട് നമ്മുടെ ഫിൽറ്ററിന്റെ മോട്ടർ ചെറുതായിട്ട് സ്ലോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ സർക്കുലേഷനിൽ അത്യാവശ്യം നല്ല രീതിക്ക് തകരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും വെള്ളം ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവർക്ക് ഫീഡ് ചെയ്തു കേട്ടോ, അല്ല ചമ്മ കുറച്ചിന് ഫീഡ് എടുത്തില്ലെങ്കിലോ. സോ ഗൈസ്, നമ്മൾ എന്തായാലും ആദ്യം തന്നെ മറ്റേ ഫിൽറ്ററിന്റെ ടോപ്പൊക്കെ ഊരി പിന്നെ നമ്മൾ പൈപ്പ് എന്തായാലും പുറത്തിട്ടു വെള്ളം പോകാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ അത്യാവശ്യം കൊതുകിന് മുട്ടയൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. എന്താ ചെയ്യേണ്ടി വല്ല ഐഡിയ നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ അറിയാം. ഇത് വെള്ളമൊക്കെ കോരി ഒരു ബക്കറ്റിലാക്കിയിട്ട് വീട്ടിൽ പാക്കറ്റ് കൊയ്യാക്കമരത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനത്തെ വെള്ളം ഭയങ്കര യൂസ്ഫുൾ പറയുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, എന്തായാലും അറിയുന്ന ഒരു കമന്റ് സെക്ഷനിൽ അറിയിക്കും. നമ്മൾ എന്തായാലും ഇതിന് ബാക്കിൽ കൊണ്ടുവന്നിട്ടോ, വീടിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ചെരിച്ച് പോകണ്ടില്ല എത്ര ചെളിയാ പോയിന്ന്. എന്നിട്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ മോട്ടറിന്റെ വെള്ളം നല്ല ഫോഴ്സിൽ അടിച്ച് ഇത് ഉള്ളിത്തെ ചളി ഫുള്ള് കളഞ്ഞ് നമ്മുടെ ഫിൽറ്ററിന്റെ ഉള്ളിലത്തെ സ്റ്റോണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടാ. ക്ലീൻ ആക്കിയ ശേഷം നമ്മൾ എന്തായാലും ഫ്രണ്ടിൽ തന്നെ ഈ ബക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചു വിട്ടാ. എന്നിട്ട് എല്ലാ ഈ സ്പോഞ്ച് സ്ക്രബും കാര്യങ്ങളൊക്കെ എല്ലാം തിരിച്ചിട്ടു വിട്ടാ. എന്നിട്ട് നമ്മുടെ ടാങ്കത്തെ വെള്ളം ഇത്ര ലേശ കുറഞ്ഞുള്ളൂ, എത്ര സമയം എടുത്തിട്ടും. അതുകൊണ്ട് നേരെ നമ്മൾ കുറച്ച് ബദാം പൊടിച്ചൊക്കെ എടുത്ത് നമ്മുടെ ഹാംസ്റ്റർ കൂട്ടന്മാർക്ക് ഇട്ടുകൊടുത്തത്. അയ്യപ്പനും കോശിയും നട്ടോ നമ്മൾ പേരിട്ടിരിക്കാൻ. എന്തായാലും ഹാംസ്റ്റർ കൂട്ടന്മാർക്ക് ഇട്ടെടുത്തപ്പോൾ അമ്മ നല്ല ഹാപ്പി ആയിട്ട് ഫീൽ ഒക്കെ എടുക്കണ്ടായിരുന്നു. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് ഒരു കൂട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചു വിട്ടോട്ടോ. അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും കൂടി ചെയ്യണം. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും RTVയും കൾച്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മൊയിനിക്ക് അത്യാവശ്യം ഈസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഈ വീഡിയോ ഒറ്റ ഷോർട്സിൽ ഇടച്ച് അത്യാവശ്യം നല്ല ലെങ്തി ആവുന്നുള്ളതുകൊണ്ട് നമ്മളെന്തായാലും ഈ വീഡിയോന്റെ പാർട്ട് 2 നാളെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം എന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.